ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഗുരുജിയുടെ ജ്ഞാനം. ഗുരുജി കാനഡയിലെ ഓൺടാറിയ എന്ന സ്ഥലത്ത് 1995 ജൂലൈ 4-ാം തീയതിയാണ് ഈ ജ്ഞാനം പറഞ്ഞത്. ജ്ഞാനം മാത്രം സംസാരിക്കൂ, സംഘർഷങ്ങളിൽ സുഖം കണ്ടെത്തൂ. ജ്ഞാനം മാത്രം സംസാരിക്കൂ. മറ്റുള്ളവർ ആരെയെങ്കിലും പറ്റി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ദോഷങ്ങൾ ആവർത്തിക്കരുത്. മറ്റുള്ളവർ ആരെയെങ്കിലും പറ്റി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ദോഷങ്ങൾ ആവർത്തിക്കരുത്. നിങ്ങളെപ്പറ്റി മറ്റേയാൾ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എന്ന് പറയുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കുകയും അരുത്. അഥവാ ആരെങ്കിലും അങ്ങനെ പറയാൻ തുടങ്ങിയാൽ അവരെ നിരുത്സാഹപ്പെടുത്തൂ. അവർ പറഞ്ഞത് വിശ്വസിക്കുകയും അരുത്. നിങ്ങളെ നേരിട്ടാരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ അവർ പറയുന്നത് വിശ്വസിക്കരുത്. അവർ നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ ഏറ്റെടുക്കുകയാണെന്ന് മനസ്സിലാക്കൂ. അതിനെ വെറുതെ വിടൂ. നിങ്ങൾക്ക് ഗുരുവിനോട് അത്രയധികം അടുപ്പമുണ്ടെങ്കിൽ ലോകരുടെ കുറ്റപ്പെടുത്തലുകളെല്ലാം നിങ്ങൾ പുഞ്ചിരിയോടെ സ്വീകരിക്കും. ഒരാളെ നിങ്ങൾ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ അയാളുടെ ദുഷ്കർമ്മങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഒരാളെ നിങ്ങൾ പുകഴ്ത്തുമ്പോൾ നിങ്ങൾ അയാളുടെ സൽക്കർമ്മങ്ങൾ ഏറ്റെടുക്കുകയാണ്. സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ഈശ്വരനിൽ സമർപ്പിക്കൂ, എന്നിട്ട് സ്വതന്ത്രനാകൂ. വൈരുദ്ധ്യം ലോക സ്വഭാവമാണ്. സ്വാസ്ഥ്യമാകട്ടെ ആത്മാവിൻ്റെ സഹജ ഭാവവുമാണ്. വൈരുദ്ധ്യങ്ങൾക്കിടയിൽ സ്വാസ്ഥ്യം കണ്ടെത്തൂ. വൈരുദ്ധ്യങ്ങളും ലൗകിക വ്യാപാരങ്ങളും നിങ്ങളെ ക്ഷീണിപ്പിക്കുമ്പോൾ ആത്മാവിൽ സുഖം കണ്ടെത്തൂ. സുഖത്തിൽ വിരസത തോന്നുമ്പോൾ മറ്റ് ലൗകിക വിനോദങ്ങളിൽ ഏർപ്പെടൂ. നിങ്ങൾ ഗുരുവിന് പ്രിയപ്പെട്ടവനാണെങ്കിൽ ഇത് രണ്ടും നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ കഴിയും. സമാധാനം ആഗ്രഹിക്കുന്നവർ വഴക്കിഷ്ടപ്പെടുന്നില്ല. വഴക്കിൽ താല്പര്യമുള്ളവർക്കാകട്ടെ സമാധാനവുമില്ല. ഉള്ളിൽ ശാന്തത നിലനിർത്തി യുദ്ധം ചെയ്യുകയാണ് വേണ്ടത്. സംഘട്ടനങ്ങളെ അവസാനിപ്പിക്കാനുള്ള ശ്രമം അവ ദീർഘിപ്പിക്കുകയേ ഉള്ളൂ. അതിനു പകരം ആത്മാവിൽ സുഖം കണ്ടെത്തുന്നതോടൊപ്പം സംഘട്ടനത്തെ നേരിടുകയും ചെയ്യൂ. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു മണി മുഴങ്ങുന്നുണ്ടോ? ഇത് ഭഗവത്ഗീതയിൽ അടങ്ങിയ സന്ദേശമാണ്.